ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് പത്മാവതിയെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കുന്ന പ്രതാപനെയാണ്. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന അംബിക ഈ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ്. തുടർന്ന് അംബിക ദേഷ്യത്തോടെ പ്രതാപ എന്ന് വിളിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ രണ്ടുപേരും മാറി നിൽക്കുന്നു. എന്തൊക്കെയാ പത്മാവതി തമ്പുരാട്ടി ഈ കാണിക്കുന്നത് എന്നൊക്കെ അംബിക ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പത്മാവതി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രതാപന്റെ മുറിയിലേക്ക് പോകുന്ന അംബികയാണ്. അതേസമയം തന്നെ അംബിക വിളിച്ചത് പ്രകാരം പത്മാവതിയും അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ഞാൻ നിങ്ങൾ രണ്ടുപേരെയും ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ പത്മയോട് ഞാൻ ചോദിക്കാം, പത്മയ്ക്ക് പ്രതാപനോട് എന്താ സാധാരണ ഒരു ഇഷ്ടമാണോ അതോ പ്രണയമാണോ? ഞാൻ പത്മയോടാ ചോദിക്കുന്നത്, പത്മയ്ക്ക് പ്രതാപനോട് പ്രണയമാണോ എന്ന്. ഇത് കേൾക്കുന്ന പത്മാവതി പറയുകയാണ്, അതെനിക്കറിയില്ല. ആഹാ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ, നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണോ എന്നാ ഞാൻ ചോദിച്ചത്. തുടർന്ന് പത്മാവതി പറയുകയാണ്, പ്രതാപേട്ടനെ എനിക്കിഷ്ടമാണ്. പ്രതാപേട്ടനില്ലാതെ എന്നെ കൊണ്ട് ജീവിക്കാൻ സാധിക്കില്ല. പ്രതാപേട്ടനെ മറക്കണമെങ്കിൽ ഞാൻ മരിക്കണം എന്നുകൂടി പത്മ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രതാപനും അംബികയും. എന്താണെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാനൊരു ഉറപ്പ് തരാം, ആരൊക്കെ എതിർത്ത് പറഞ്ഞാലും ഞാൻ നിങ്ങളുടെ ബന്ധത്തിന് കൂട്ടായി ഉണ്ടാകും. ഇത് കേൾക്കുന്ന പ്രതാപനും പത്മയും സന്തോഷത്തോടെ അംബികയെ നോക്കുന്നു. തുടർന്ന് പത്മ അവിടെ നിന്ന് പോകുമ്പോൾ അംബിക പറയുകയാണ്, വരാനുള്ളത് വരട്ടെ, എന്താന്ന് വെച്ചാൽ നമുക്ക് അന്നേരം നോക്കാം. എന്താണെങ്കിലും ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നും അംബിക പറയുമ്പോൾ പ്രതാപനും അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ആ മന്ത്രവാദിനെ കാണാനായി പോയിരിക്കുന്ന അംബികയാണ്. അമ്മയോട് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാ വന്നിരിക്കുന്നത്. എൻ്റെ അനിയൻ പ്രതാപനും സൂര്യമംഗലത്തെ തമ്പുരാട്ടി പത്മാവതിയും തമ്മിൽ പ്രണയത്തിലാണ്. എനിക്കറിയേണ്ടത് എന്തെന്നാൽ അവരുടെ വിവാഹം കഴിഞ്ഞാൽ സൂര്യമംഗലത്തെ സ്വത്തുക്കളെല്ലാം എൻ്റെ പേരിൽ ആകുമോ എന്നാണ്. കൂടാതെ സൂര്യമംഗലത്തെ മഹാദേവവർമ്മയ്ക്ക് ശേഷമുള്ള പിൻഗാമിയായി എന്നെ തന്നെ അവർ നിയമിക്കണം. പത്മയും പ്രതാപനും തമ്മിലുള്ള വിവാഹത്തിന് ഞാൻ തന്നെ മുൻകൈയെടുത്താൽ, ഞാൻ അവർക്കെല്ലാം കൂട്ടുനിന്ന് ഈ വിവാഹം നടത്തിയാൽ ഇതെല്ലാം എനിക്ക് സ്വന്തമാകുമോ എന്നാണ് എനിക്കറിയേണ്ടത്. അംബികെ, പ്രതാപന്റെ മനസ്സിന്റെ സൂക്ഷിപ്പുകാരിയായി നീ മാറണം. പ്രതാപന്റെ അമ്മയും ദൈവവും ഒക്കെയായി നീ മാറണം. പത്മയുടെയും പ്രതാപന്റെയും എല്ലാം അംബികയാണെന്ന് അവർക്ക് തോന്നണം. അവരുടെ കല്യാണം മുതൽ ദാമ്പത്യ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും വരെ അംബികയുടെ കയ്യിലാകണം. അംബിക പ്രതാപനെ വഞ്ചിക്കുകയാണെന്നുള്ള സത്യം ഒരു കാരണവശാലും പ്രതാപൻ അറിയാനേ പാടില്ല. അങ്ങനെയാണെങ്കിൽ കാലക്രമേണ അംബികയുടെ ലക്ഷ്യം എല്ലാം തന്നെ നടന്നിരിക്കും. തുടർന്ന് അംബികയുടെ ഇടത് കൈയിൽ കെട്ടാൻ പറഞ്ഞുകൊണ്ട് കറുത്ത ചരടെടുത്ത് അംബികയുടെ കയ്യിൽ കൊടുക്കുകയാണ് മന്ത്രവാദി. പിന്നീട് കാണിക്കുന്നത് പത്മയും പ്രതാപനും കൂടി സംസാരിക്കുന്നതാണ്. നമ്മുടെ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്തൊക്കെ പ്രതിസന്ധികൾ നമ്മൾ തരണം ചെയ്യേണ്ടി വരുമെന്ന് പത്മയ്ക്ക് അറിയാമോ? പത്മയെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ് മഹാദേവ സാറ്. എന്താണെങ്കിലും അച്ഛനെൻ്റെ ഒരു തീരുമാനത്തിനും എതിര് നിൽക്കില്ലെന്ന് പത്മാവതി പറയുമ്പോൾ പ്രതാപൻ ചോദിക്കുകയാണ്, അപ്പോൾ മഹാദേവൻ സാറും സരസ്വതി മേഡവും നമ്മുടെ കല്യാണം അംഗീകരിക്കുമെന്നാണോ പത്മ പറഞ്ഞു വരുന്നത്? അങ്ങനെ ഒരു അറേഞ്ച്ഡ് മാരേജായി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രതാപേട്ട. നമ്മളായി തന്നെ റിസ്ക് എടുക്കേണ്ടി വരും. കല്യാണം നടന്നു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും നമ്മളെ അംഗീകരിക്കുമെന്നുള്ള കാര്യം എനിക്കുറപ്പാണ്. പ്രതാപേട്ടൻ എന്നെ ഉപേക്ഷിക്കരുത്, എന്നെ മറന്നെങ്ങും പോകരുതെന്ന് പറഞ്ഞ് പത്മാവതി പ്രതാപനെ കെട്ടിപ്പിടിക്കുന്നു. അതേസമയം ആ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മഹാദേവ് വർമ്മ. തുടർന്ന് വേണുവിനെ വിളിച്ചുകൊണ്ട് മഹാദേവൻ താഴേക്ക് പോകുന്നു. ഹൃദയം നിറച്ചും തന്റെ മകളെ കൊണ്ട് നടന്ന അച്ഛന്റെ ഹൃദയത്തിൽ തന്നെയാണല്ലോടി നീ ചവിട്ടിയത്. കാലം പോയതും കാറ്റു മാറിപ്പോയതും ഒന്നും തന്നെ ഞാൻ അറിഞ്ഞില്ല. സ്നേഹിച്ചു പോയി എന്നുള്ളൊരു തെറ്റ് മാത്രമാ ഞാൻ ചെയ്തത്. അത്രയും പറഞ്ഞുകൊണ്ട് മഹാദേവ് വർമ്മ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വേണുവിനെയാണ്. എന്നിട്ട് എന്തായെന്ന് ഋതിക വേണുവിനോട് ചോദിക്കുന്നു. മഹാദേവ് സാറ് അവിടെ നിന്ന് പോയതിൽ പിന്നെ സരസ്വതി മേഡത്തിനോടും ഒന്നും തന്നെ പറഞ്ഞില്ല. പിന്നീട് ഞങ്ങൾ അറിഞ്ഞത് സരസ്വതി മേഡം പത്മാവതി മേഡത്തിന് വേറെ കല്യാണം ആലോചിക്കുന്നതാണ്. ഞങ്ങളുടെ മുമ്പിൽ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പ്രതാപൻ സാറിന്റെയും പത്മാവതി തമ്പുരാട്ടിയുടെയും കല്യാണം കഴിഞ്ഞു. അതിനുശേഷമുള്ള കാര്യങ്ങളെല്ലാം എനിക്കറിയാമെന്ന് ഋതിക പറയുന്നു. പിന്നീട് എന്തൊക്കെ അങ്കിളെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായതെന്ന് ഋതിക ചോദിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.